ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഒരു എക്സ്പെരിമെൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കോലിഞ്ചി ചെടി നമുക്കറിയാം, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഷാമ്പൂ ആയിട്ടൊക്കെ ഉപയോഗിക്കും, ഡാൻഡ്രഫ് പോകും എന്നൊക്കെ പറഞ്ഞു, നമ്മുടെ തല ഭയങ്കര കൂളായിട്ട് നിൽക്കും എന്നൊക്കെയാണ് കുറേ റിവ്യൂസ് കണ്ടു. അപ്പോൾ അതൊക്കെ സത്യമാണോ എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ പറമ്പിലും ഇവിടെ എന്താണ് ഈ സാധനം നിൽപ്പുണ്ട്. പക്ഷെ എനിക്ക് യൂസ് അറിയാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല, വെറുതെ എന്തിനാ. അപ്പം അങ്ങനെ എനിക്കും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു പേടി. ചില നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടിരുന്നു, ഇത് മുടി കൊഴിയും, അതുപോലെ ചൊറിച്ചിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നാമതെ മുടി കൊഴിയുന്നത് കൊണ്ട് ഇനി ഇതും കൂടി ഇട്ട് കൊഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ മുടി കാണത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, കുറേ വീഡിയോസ് കണ്ടു നോക്കി, പക്ഷെ നല്ലതാണ് കൂടുതലും അഭിപ്രായം. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് പണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ സത്യമായിരിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കണ്ടേ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പറമ്പിൽ പോയി ആ സാധനം ഒന്ന് പിച്ച് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ പറമ്പിലൊക്കെ സാധനം നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത് കാണുന്നില്ല എന്നല്ല, 2-3 ചെടികളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ പറമ്പെന്ന് പറയുമ്പം നമ്മുടെ പറമ്പല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ചേർന്നൊരു പറമ്പ് തന്നെയാണ്. നല്ല വലിയ പറമ്പാണ്, അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് 2 ചെടി 3 ചെടിയൊക്കെ അങ്ങ് ഇങ്ങോട്ട് ആയിട്ട് നിൽക്കുന്നു. ബാക്കിയൊക്കെ വെട്ടി ഗൈസ്, കണ്ടില്ലേ പറമ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഉൾക്കാട്ടിലേക്ക് പോകേണ്ടി വരും. അവിടെ വല്ല ഇഴജന്തുക്കളുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഞാൻ പത്രത്തിൽ പടമായിട്ട് വരും ഗൈസ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് സാധനം നോക്കി കണ്ടുപിടിച്ചെടുക്കാം. ഗൈസ്, അങ്ങനെ സാധനം കിട്ടി, 2 എണ്ണമുണ്ട്. മൂന്നാമത്തെ ഒരാൾ അങ്ങ് ഉൾക്കാട്ടിൽ നിൽക്കുകയാണ്. ഉൾക്കാട്ടൊന്നുമല്ല, എന്നാലും ഇച്ചിരി അങ്ങ് ദൂരെയായിട്ട് നിൽക്കുകയാണ്, കണ്ടില്ലേ ഗൈസ്. ഞാനങ്ങനെ കണ്ടുപിടിച്ച് 3 എണ്ണത്തിനെ, 3 കോലിഞ്ചേ ഉള്ളൂ. ചെടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, പക്ഷെ സാധനം പൂത്തിട്ടില്ല. അപ്പം 3 എണ്ണം അവിടെ നിൽപ്പുണ്ട്. അത് പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ അതങ്ങ് അകത്ത് കയറി പിച്ചണം. എനിക്ക് പേടിയുണ്ട് കേട്ടോ, ചെറിയ കാരണം ഇവിടെയൊക്കെ പാമ്പുകളും എല്ലാം ഉണ്ട്. ഇച്ചിരി നല്ല കാടായതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റത്തില്ല അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ എന്നാലും ഞാൻ അതിനകത്ത് കയറിയിട്ടൊക്കെ ഉണ്ടെങ്കിലും വേണമെങ്കിൽ കയറാം. നമുക്ക് നോക്കാം. ഞാൻ പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് വെച്ച് ചെയ്യാം. മണമുണ്ടോയെന്ന് അറിയത്തില്ല, ഒരു ഇഞ്ചി വേണം, ഇഞ്ചിയുടെ മണം. ചിലപ്പോൾ കോലിഞ്ചി ഉണ്ടല്ലോ, അതിൻ്റെ മണമായിരിക്കും. കൊള്ളാം. ഇവിടെ മണമല്ല, ഇവിടെ മണമുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് നോക്കാം. ഇത് കണ്ട ജസ്റ്റ് ഞാനൊന്ന് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ആ ഒരു ജെല്ല് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ജെല്ലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേ ഇത് വെള്ളോട്ട് വരുന്നുണ്ട്. പക്ഷെ അതുപോലെ അതിനകത്ത് മണം ഒരു ഇഞ്ചി സ്മെല്ല് അത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചെറുതായതുകൊണ്ട് കുറച്ചേ കാണത്തുള്ളായിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം, നോക്കിയിട്ട് റിവ്യൂ പറയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോഴേ എല്ലാ ജെല്ലും വെളിയിലോട്ട് വരുവാണ്. അപ്പം കൊള്ളാൻ സാധനം, നല്ല ഇഞ്ചിയുടെ മണമാണ്. ഞാൻ തലയിലെല്ലാം അപ്ലൈ ചെയ്യുകയാണ് ഗൈസ്. പക്ഷേ ഇത് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനിയും വേണ്ടി വരും. അത് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അപ്പുറത്ത് പറമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടായിരുന്നു, പോയി നോക്കാം. അങ്ങനെ ഞാൻ അച്ഛനും കൂടെ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ നിൽപ്പുണ്ട്, പക്ഷെ അവിടെയും പിഞ്ചാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. സീസണാണ്, അപ്പം വളരുന്നതേ ഉള്ളത്. എന്തായാലും നമ്മുടെ ആവശ്യത്തിന് അത് മതിയായിരുന്നു. അങ്ങനെ ഒരു 4 എണ്ണം അച്ഛൻ എനിക്ക് പിച്ച് തന്നു. ഞാൻ അതുമായിട്ട് വീട്ടിലോട്ട് പോയി. ഗായ്സ്, ഞാൻ ഒരെണ്ണം അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ ക്വാണ്ടിറ്റി തികയുന്നില്ല. ഇതിനകത്ത് എല്ലായിടത്തും എത്തിച്ചേരണ്ടേ, അതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞു. എനിക്ക് അച്ഛൻ അവിടെ നിൽപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറെ നമ്മുടെ അമ്മാവൻ്റെ ഒരു പറമ്പുണ്ട്, അവിടെ പോയി നമ്മൾ നോക്കിയപ്പോഴും എല്ലാം ഇത്രയും ശോഷിച്ച് നിൽക്കുക, എല്ലാം പിഞ്ചാണ്. കാരണം അത് വളർന്ന് വരുന്നതേ ഉള്ളൂ. സീസൺ ആണെന്ന് തോന്നുന്നു, സീസൺ ആവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കിട്ടാൻ പാടായിരുന്നു. അതുകൊണ്ട് 3-4 പിഞ്ചും കൂടെ കിട്ടി. ആ സെയിം അതിൻ്റെ ലെങ്ത്തിൽ തന്നെ ഞാൻ ആ വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട്.
3-4 പിഞ്ച് തന്നെ എനിക്കും കിട്ടിയത് വീണ്ടും. കുഴപ്പമില്ല, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫുള്ള് സ്കാൽപ്പിലെല്ലാം തേച്ച് വേണ്ടേ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്കിത് വാഷ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് റിസൾട്ടെന്ന്. ഗായ്സ്, അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ടുള്ള ലുക്കാണ്. അപ്പോൾ എൻ്റെ ഹെയർ കണ്ടല്ലോ, അത്യാവശ്യം എൻ്റെ ഹെയർ ഫ്രിസിയാണ്. പക്ഷേ ഇത് ഇട്ടപ്പോഴാണ് തോന്നുന്നത് എന്തോ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സോഫ്റ്റ് ഫീൽ വരുന്നുണ്ട്. മറ്റേ നമ്മൾ ഷാംപൂസ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഷാംപൂസ് ഇടുമ്പം ഒരു റഫ്നെസ് പിന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഇതിന് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പിന്നെ ഇത് നാച്ചുറൽ ഷാമ്പു ആണ്. അതുപോലെ നമ്മുടെ ആമസോണിൽ തന്നെ ഇതിന് 200 റുപ്പീസാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ 200 റുപ്പീസ് കൊടുത്ത് വാങ്ങിക്കുന്നതിൽ നല്ല നമ്മുടെ പരിസരത്ത് ഉള്ള സാധനം വാങ്ങി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സാധനം നമ്മുടെ പരിസരത്തുണ്ടായിട്ട് നമ്മൾ വെറുതെ ഷോപ്പിൽ നിന്ന് കെമിക്കൽസ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഡാൻഡ്രഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഷാമ്പു ആണെങ്കിൽ പോലും കുറച്ച് നേരത്തേക്ക് ഒരാശ്വാസം കിട്ടും. അത് കഴിയുമ്പോൾ വീണ്ടും ഡാൻഡ്രഫ് ഉണ്ടാവും. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. ഇതും ഒരാശ്വാസം അത്രയും. പക്ഷെ നമുക്ക് കെമിക്കൽസിൽ നിന്ന് ഒരു ഫ്രീ ഉണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഹെയറും അതിലും നമ്മുടെ സ്കാൽപ്പിനൊക്കെ ഒരു നല്ലൊരു കൂൾ ഫീലുണ്ട്. അല്ലാതെ ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തില്ല. മേ ബി ആൾക്കാർ പറയുന്നുണ്ട് ഇറിറ്റേഷൻസ് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്ന്. പക്ഷെ അത് ചിലപ്പം അലർജിക് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം എല്ലാവർക്കും എല്ലാ സാധനവും ഓക്കെ ആവണം എന്നില്ല. അപ്പം ചില ആൾക്കാർക്ക് ചിലത് അലർജിക് ആകാം. അതുകൊണ്ടായിരിക്കാം അതിട്ടപ്പം അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷെ എനിക്കങ്ങനെ ഒരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കൂൾ ഫീൽ തന്നെയാണ്. ഭയങ്കര റിലാക്സേഷൻ തോന്നുന്നുണ്ട് ഇതിട്ടപ്പോഴത്തേക്ക്. ഇത് ഞാൻ സ്ഥിരമാക്കി. ഞാൻ ഇത്രയും നാൾ ഇത് അറിഞ്ഞില്ല ഇങ്ങനെയൊരു സാധനം. ഇപ്പം നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ട് ട്രെൻഡിങ് ആയ സമയത്താണ് ഞാനും ഇത് ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെയാണ് ഇത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ പരിസരത്ത്. അല്ലാതെ ഇത് കാണുമ്പം എന്തോ ഒരു റെഡ് കളർ സാധനം നമ്മുടെ കാട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാവുമല്ലോ, അത് എന്ത് വിഷമുള്ളതാണോ അങ്ങനെ. അപ്പം അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ, അത് ആ ഒരു പേടിയൊക്കെ മാറി. അപ്പം ഞാൻ കൂളാണ്. ഷാമ്പു ഇട്ടപ്പോൾ കൂളായ പോലെ എല്ലാം ഫുൾ ഗുഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോണസ്റ്റ് റിവ്യൂ ആണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളും മസ്റ്റ് ട്രൈ ചെയ്യണം. അതുപോലെ വേറെ ഇറിറ്റേഷൻസും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നല്ല കൂൾ ഫീലുണ്ട്, റിലാക്സേഷൻ കിട്ടും. പിന്നെ നമ്മുടെ നാച്ചുറലായിട്ട് പ്രകൃതി തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ 200 രൂപ കൊടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പം 200 രൂപ കൊടുക്കാൻ നമ്മുടെ പരിസരത്തുള്ളവർ അതെടുത്ത് ഉപയോഗിക്കുക. അല്ലാതെ ഇപ്പം ഒട്ടും കിട്ടുന്നില്ല എന്നുള്ളവരാണ് ഓക്കെ, ആമസോണിനോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാം, അത് നല്ലതാണ്. അല്ലാതെ നമ്മൾ വെറുതെ പൈസ കൊണ്ട് കളയരുത്. അതുപോലെ ഈ കെമിക്കൽസ് ആയിട്ടുള്ള ഷാമ്പു വാങ്ങി തലയിൽ തേക്കുന്നതിനും നല്ലത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇങ്ങനത്തെ ചെടികൾ ഉപയോഗിച്ച് നമ്മുടെ ഹെയർ ആയാലും സ്കാൽപ്പായാലും സൂക്ഷിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയോട് പറയാം. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നിങ്ങളുടെ റിവ്യൂസും കമൻറ്റ് ബോക്സിലിടുക. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും താങ്ക് യു എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്തതിന്. ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.